നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയിൽ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റ ദിവസം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP പാർലമെന്ററി പാർട്ടിക്കും വലിയ സന്തോഷവും ഉത്സാഹവുമാണ്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള പുതിയ മാറ്റങ്ങൾ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഗോദി മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം ഗോദി മീഡിയകൾക്ക് തന്നെ അറിയാം അത് തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ തങ്ങൾ ആർക്ക് വേണ്ടിയാണോ വിടുവേല ചെയ്യുന്നത് ആ പ്രസ്ഥാനത്തിന് ദോഷകരമായിരിക്കും അത് എന്നുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാന കാര്യം എന്ന് പറയുന്നത് അടിക്കടി ഉണ്ടാകുന്ന നിയമ ഭേദഗതികളാണ്. ഒരുപക്ഷെ ഈ രാജ്യത്തെ സാധാരണക്കാരായ വോട്ടേഴ്സ് അല്ലെങ്കിൽ സിറ്റിസൺസിന് അവർക്ക് അത് മനസ്സിലാകുന്നില്ല. കാരണം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ. 18 വയസ്സിന് ശേഷമുള്ളവർക്കെല്ലാം ഈ രാജ്യത്തെ പൗരരാണെങ്കിൽ അവർക്ക് വോട്ടവകാശമുണ്ട്. ഈ വോട്ടവകാശവുമായി ബന്ധപ്പെട്ടതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിൽ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വോട്ടർമാരുടെ എണ്ണം ക്രമാതീതമായി കൂടുതലാണ്. അവിടെയുള്ള വോട്ടർമാർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത് സ്ഥിരം, ഉദാഹരണത്തിന് മലയാളികൾ എങ്ങനെയാണോ ഗൾഫിൽ പോകുന്നത് അതുപോലെ സ്ഥിരം അവർ താമസിച്ച് വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലാണ്. കേരളം പോലുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ വന്ന് അവർ കുടുംബമായി താമസിക്കുന്ന സ്ഥിതിഗതികൾ വരെയുണ്ട്. ഇത്തരത്തിൽ കുടിയേറി പാർക്കുന്നവർ ബംഗാളിൽ അനേകമാണ്. ലക്ഷക്കണക്കിന് വോട്ടർമാർ അങ്ങനെ അവിടെ പലായനം ചെയ്തു പോയവരുണ്ട്. അവരൊക്കെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആ സംസ്ഥാനത്ത് എന്ന് അവരുടെ സമ്മതിദാനം രേഖപ്പെടുത്താറുമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ച് ഇത്തരത്തിൽ കുടിയേറിപ്പോകുന്ന ആളുകൾ എല്ലാം അവരെ തെരഞ്ഞുപിടിച്ച് BLOമാരുടെ സഹായത്തോടു കൂടി, ഈ BLO എന്ന് പറയുന്നതിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 90% വരുന്നവർ BJPയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണ്. ഉദ്യോഗസ്ഥരെയെല്ലാം BJP ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. പണം ഉപയോഗിച്ചോ മറ്റ് സ്വാധീനം ഉപയോഗിച്ചോ അവരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരെ കൃത്യമായി പ്രേരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അഭയാർത്ഥികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ വോട്ടുകൾ ഇരട്ടിപ്പാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അവരുടെ വോട്ടുകൾ വെട്ടിക്കളയുക. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗക്കാരുടെ വോട്ടുകൾ അത് അനധികൃതമാണ്, കുടിയേറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വോട്ടുകൾ റദ്ദാക്കുക. ഇത്തരത്തിൽ പുതിയ പുതിയ കലാപരിപാടികളാണ് ഇവിടെ BJP ആസൂത്രണം ചെയ്തത്. ഒരു സംസ്ഥാനം ജയിക്കാൻ വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിച്ച് അധികാരത്തിൽ ഏറാൻ വേണ്ടിയുള്ള കളി, അത് മഹാരാഷ്ട്രയിൽ നടക്കുന്നു, അത് വിജയിച്ചു. ബീഹാറിൽ നടത്തി, അത് വിജയിച്ചു. ഇനി ബംഗാളിലായിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അതായത് ഉരുക്കു കോട്ടകളെയെല്ലാം ഭേദിക്കാൻ മറ്റു വഴികളില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അവരുടെ സ്വപ്ന പദ്ധതി പൂവണിയിക്കാനും ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പേ വേണ്ട എന്നൊരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചുകൊണ്ട് ഏകാധിപത്യ പ്രവണതയിലേക്ക് കൊണ്ടുവരിക, ഈ രാജ്യം ഏകാധിപത്യ രീതിയിലേക്ക്, സംവിധാനത്തിലേക്ക് ഒരു പ്രത്യേക രീതിയിൽ ഈ ഭരണഘടനയെ പൊളിച്ചെഴുതിക്കൊണ്ട് ഭരണഘടനയുടെ പ്രിയാമ്പിൾ, അതായത് ആമുഖത്തെ തന്നെ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ അതിനകത്തുള്ള സെക്യുലാറിസവും അതിനകത്തുള്ള ഡെമോക്രസിയും വെട്ടി നിരത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ, അതിനുവേണ്ടി സുപ്രീം കോടതിയുടെ സഹായത്തോടു കൂടി പല നീക്കങ്ങളും നടക്കുകയാണ്. ഏറ്റവും ആദ്യമായി സൂര്യകാന്ത് എന്ന ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് കെട്ടിക്കിടക്കുന്ന കേസുകൾ മുഴുവൻ ഡിസ്പോസ് ചെയ്യുമെന്നാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. അതായത് നിരവധിയായ ഹർജികൾ കള്ളവോട്ടുമായി ബന്ധപ്പെട്ടും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുകയാണ്. അതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഒന്നും നോക്കാതെ എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് കളയുന്ന ഒരു അസാധാരണ രീതി, അത് അപാര തൊലിക്കട്ടിയാണ്. കാണ്ടാമൃഗത്തിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള തൊലിക്കട്ടിയുമായി ഒരാൾ വന്നാൽ എന്ത് ചെയ്യും എന്ന് പ്രതിപക്ഷം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്.